ഹായ്, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഓബ്രിയൻ പ്രൊവിൻഷ്യൽ പാർക്ക് എന്ന് പറഞ്ഞ ഒരു പാർക്കില്ല. അത് ഇവിടുന്ന് ഒരു 20 കിലോമീറ്റേഴ്സ് ഡൗൺ സൗത്തില്ല. അതും നമ്മൾ മുമ്പേ കണ്ട പോലത്തെ ഒരു പാർക്കിൽ നിന്ന് ഒരു പാർക്ക് റീക്രിയേഷണൽ ഏരിയയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമ്മൾ അവിടെ ചെന്നിട്ട് കാണാം. ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ടെന്ന് ഞാൻ ഇന്ന് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഇന്നത്തെ കാലാവസ്ഥ. ഇച്ചിരി മൂടിയാണ്, മഴയും വരുമെന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് ഈ തവണ ഇന്ന് പോകാം. ഗൈസ്, അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയി. നമ്മൾ സൗത്ത് പോകാനുള്ള റൂട്ട് പിടിച്ചോണ്ടിരിക്കുക. ഗൈസ്, ഇത് കണ്ടോ, ഇപ്പോഴത്തെ കാലാവസ്ഥ ഇങ്ങനെയൊക്കെയാ. മഴ വരുന്ന ലക്ഷണമൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം, വരാം. മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിക്കാം. അല്ല മൊത്തം ചെളിയായിരിക്കും. പാർക്ക് മൊത്തം മണ്ണല്ലേ, അതുകൊണ്ട്. പക്ഷെ ഉച്ച കഴിഞ്ഞ് വെയിൽ വരുമെന്ന് കാണിക്കാൻ. നമുക്ക് നോക്കാം എന്തായാലും. ഗൈസ്, ഇനി ഒരു അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് താഴോട്ട് ഇങ്ങനെ താഴ്വാര. അവിടെ ഒരു ചെറിയ ലേക്ക്, ഒബ്രയൻ ലേക്ക് ഒക്കെ ഉണ്ട്. അതിന്റെ സൈഡിലായിട്ടാണ് നമുക്കുള്ള ഈ പാർക്ക്. അപ്പൊ അതിന്റെ മണ്ട ഒരു ബ്യൂട്ടിഫുൾ പാലം കൂടെ ഉണ്ട്. ആ പാലം വരുമെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പം കാഴ്ചകൾ കാണാം. ഗൈസ്, നമ്മുടെ പാർക്ക് ഇവിടുന്ന് തൊട്ട് താഴെയായിട്ടാ. അതിലെ കൂടെ ഒരു ലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാം. റിവർ പോലത്തെ ഒരു സാധനം പോകുന്ന ലേക്ക് കാണാൻ പറ്റും താഴോട്ട്. ഇതാണ് പാലം. നമ്മൾ ഈ പാലം കയറി ഇതിന്റെ അടിയിൽ കൂടെ നേരെ പാർക്കിലോട്ടായിരിക്കും ചെല്ലുന്നത്. നമ്മളിപ്പം പാലം കഴിഞ്ഞ് നേരെ ഇനി പാർക്കിലോട്ട് കറങ്ങി റൗണ്ട് കറങ്ങി അങ്ങോട്ടങ്ങ് ചെല്ലും. ഗൈസ്, ഇവിടെ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡേയില് 2 ലേക്സ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. 2 ലേക്സ് അടിപൊളി സ്ഥലമാണ്. അത് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ എപ്പോഴേലും ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഏകദേശം നമ്മുടെ പാർക്കിന്റെ എൻട്രൻസ് എത്താറായി. ഇത് ഒരു ഒത്തിരി ദൂരെ സിറ്റിയിൽ നിന്ന്, നമ്മുടെ ഗ്രാൻഡ് പേരിൽ നിന്ന് മാറി. ഈ ഒരു പാർക്ക് ഒറ്റപ്പെട്ട ഒരു പാർക്ക്. ഇവിടെ വലിയ ആളുതാമസങ്ങളില്ല. ഇവിടെ നീ നേരെ കാണുന്ന റോഡ് കുറെ പോയി കഴിഞ്ഞാൽ 2-3 സ്ഥലം എത്തും. അവിടുത്തെ ആൾക്കാരും പിന്നെ ഇടയ്ക്കൊക്കെ ഗ്രാൻഡ് പേരിലെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പാർക്കിന്റെ എൻട്രൻസ്. ഒത്തിരി ചെറുതാണ്. ഇതാണ് ഗൈസ്. ഇവിടെ നമ്മൾ റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ പാർക്കിലോട്ട് പോകാം. ഗൈസ്, ഇത് ഈ പാർക്കിന്റെ ഏറ്റവും അറ്റമാണ്. നമ്മൾ ഇനി ഇവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് പിന്നെ നടന്ന് മുമ്പോട്ട് പോകാം. അപ്പൊ ഗൈസ്, നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലെത്തി. ഇനിയിപ്പം പാർക്കിന്റെ മെയിൻ കാഴ്ചകൾ നമുക്ക് കണ്ടുപോവാം. ഗൈസ്, നമ്മൾ ഇനി മുമ്പോട്ട് നടന്നു പോകാം. ആദ്യമേ കുറെ വേസ്റ്റ് ഇടാനുള്ള സ്ഥലം, റീസൈക്കിൾ ചെയ്യാനുള്ള സ്ഥലങ്ങൾ. ഇതൊരു വലിയ ഗ്രൗണ്ടും പാർക്കും ഒരേപോലെയാണ് കേട്ടോ ഗൈസ്. ഇത് കണ്ടോ, ഇവിടെ ഞാൻ ഇതിന്റെ മുമ്പേ വിന്റർ സമയത്ത് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, വലിയ ഗ്രൗണ്ടാണ്. ഇവിടെ മൊത്തം മഞ്ഞായി. ഈ പാർക്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഫുള്ള് മഞ്ഞായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ബ്രിഡ്ജ്. നമ്മൾ ഇതിന്റെ മണ്ടേ കൂടെ ആയിരുന്നു വണ്ടി ഓടിച്ച് ഇങ്ങനെ വന്ന് അവിടെ നിന്ന് ഇങ്ങനെ റൗണ്ടാക്കി ഇങ്ങോട്ട് വന്നത്. ഇവിടെ താഴെ റിവർ ഉണ്ട്.
കഴിച്ചത് കണ്ടോ, എൻ്റെ പൊന്നെ എന്തോ രസമാണ്. സ്കൈയുടെ ഇന്ന് ബ്ലൂ ആയിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് വെച്ച്. നല്ല രസമല്ലേ? ഇത് കണ്ടോ ആ പാലം, നമ്മൾ അതിലായിരുന്നു ഇങ്ങനെ കയറി ഇറങ്ങി വന്നത് ഇങ്ങോട്ട്. ഗൈസ് നമുക്ക് ഇനിയിപ്പോൾ ഈ കാണുന്ന ഈ ട്രെയിലുണ്ടല്ലോ, ഇതിലിങ്ങനെ നടന്നു പോകാം. ഈ സൈഡ് റിവറും ഉണ്ട്. എന്തെങ്കിലും കാഴ്ചകൾ വരുന്നതനുസരിച്ച് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കാം. പിന്നെ ഈ പാർക്കിലും കുറേ ചെയറും ടേബിളും അവിടെ ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, റെസ്റ്റ് റൂമുകളുണ്ട്, പല പല സാധനമുണ്ട്. ഇവിടെ പിക്നിക്കായിട്ട് വരുവാണേ. അടിപൊളി ഒരു സ്ഥലം, നല്ലൊരു കാലാവസ്ഥ, നല്ല നല്ല ക്ലൗഡ്സ് ഒക്കെ ഉള്ള, ബ്ലൂ സ്കൈ ഒക്കെ ഉള്ള ദിവസം വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഏറ്റവും നല്ല കാഴ്ചയും ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ആ ഒരു ദിവസമായിരിക്കും. ഇത് കണ്ടോ ഗൈസ്, ഇവിടെ ചെയറും ടേബിളും ഒക്കെ ഇരിപ്പുണ്ട്. അതുപോലെ കുറേ അവിടെ ഇവിടെ എല്ലാം ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പോകുന്തോറും കാണിച്ചു തരാം. ഗൈസ് ഇവിടെ കണ്ടോ, ഇവിടെ ഓരോ ഗ്രൗണ്ട് പോലത്തെ സാധനമുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കുറേ സ്ഥലമുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ എന്തെങ്കിലും ഗെയിംസ് കളിക്കാം. കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൊടുത്ത് വരുവാണേ, അല്ല ഫാമിലീൻ്റെ കൊടുത്ത് വരുവാണേ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതുണ്ടോ ഗൈസ്, ഇപ്പം ഞാൻ അറിഞ്ഞു വെച്ച് ഏകദേശം എല്ലായിടത്തും ഫയർ ബാൻ ചെയ്ത് വെച്ചേക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വന്ന സെയിം റോഡുള്ളൂ, ആ പാലം കഴിഞ്ഞ് നേരെ പോയ സെയിം റോഡ് ജാസ്പർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഒരു അടിപൊളി ഒരു സ്ഥലമാണ് ഇവിടുത്തെ ഏറ്റവും അടിപൊളി ബാൻഫ് ജാസ്പർ. അപ്പൊ ആ സ്ഥലത്ത് കുറെ വൈൽഡ് ഫയർ ഒക്കെ ആയിട്ട് കുറെ സ്ഥലങ്ങൾ, പാർക്കുകൾ അതും ഇതെല്ലാം കത്തിപ്പോയിട്ട് ഭയങ്കര പുകയായിരുന്നു. അതാ ഇത്രയും ചൂടുണ്ടായിരുന്നിട്ടും 2-3 ദിവസം മുമ്പേ തൊട്ടേ ഇങ്ങനെ ഇതുപോലെ ക്ലൗഡി വെതറാണ്. ആ സ്മോക്കിന്റെ അതെല്ലാം മണ്ടേ കയറിപ്പെട്ട് ഇച്ചിരി വിഷയമായതാ. അതാ ഇങ്ങനെ ഇപ്പം ക്ലൈമറ്റ് ഇരിക്കും. നല്ല നല്ല വെയിൽ വരേണ്ട സമയമാണ്. പിന്നെ ഇടയ്ക്കൊക്കെ മഴ പെയ്യും. ഇവിടെ വലുതായിട്ടൊന്നും ഇല്ലെന്നേ ഉള്ളൂ. ഗൈസ് ഇത് കണ്ടോ, ഇതിനകത്ത് ഫുള്ള് ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ ഇരിക്കാനുള്ള ചെയർ, ആ കാണുന്ന ആ വാഷ്റൂം അവിടെ. ഗൈസ് ഇവിടെ ഒട്ടുമിക്ക പാർക്കുകളിലും നല്ല രീതിയിൽ ട്രെയിലിൻ്റെ ഇങ്ങനെ വാക്കിംഗ് ട്രെയിൽ കാണും. നമുക്ക് ഈ വാക്കിംഗ് ട്രെയിൽ പിടിച്ചു കഴിഞ്ഞാൽ ഈ പാർക്ക് ഫുള്ള് കണ്ട് എന്തൊക്കെയാണ് ഉള്ളത് അതെല്ലാം കണ്ടു കേട്ട് തിരിച്ച് റൗണ്ട് അങ്ങോട്ട് തന്നെ ചെല്ലാം. ഈ പാർക്ക് പ്രത്യേകിച്ചും പിക്നിക് സ്പോട്ട് പോലത്തെ ഒരു പാർക്കാണ്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാനുള്ളതും ഇതിൻ്റെ പിന്നെ ഇപ്പം ഫയർ ബാൻ ആയ കാരണം എല്ലാവരും അവരവരുടെ തന്നെ എന്തെങ്കിലും മെഷീനോ ആർവിക്കകത്തുള്ള എന്തെങ്കിലും അല്ലെ മേടിച്ചുകൊണ്ട് എന്തെങ്കിലും വരും, കഴിക്കും. പാവൊക്കെ വിരിച്ച് ഇവിടെ ഇരുന്ന്. ഇന്ന് പിന്നെ മൺഡേ ആയ കാരണം ഈ പാർക്ക് ഫുൾ എംപ്റ്റിയാണ്. അല്ലെ സാധാരണ സൺഡേ ഒക്കെ ഇവിടെ നല്ല ക്ലൈമറ്റ് ഉള്ള ദിവസം അത്യാവശ്യം ആൾക്കാർ വരുന്നതാണ് ഈ പാർക്കിൽ. ഗൈസ് ഇത് അടുത്ത ഒരു വശമാണ് ഈ പാർക്കിൻ്റെ. ഇവിടെയും വലിയ ഗ്രൗണ്ട് പോലെ സംവിധാനവും, ഇവിടെ കളിക്കാനുള്ള പ്ലേ ചെയ്യാനുള്ള സ്ഥലങ്ങൾ, കുറേ ടേബിളും ചെയറും അതും ഇതും. പിന്നെ അവിടെ മരമൊക്കെ ഒടിഞ്ഞു കിടക്കുന്നു. കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടെ കുറേ കാറ്റൊക്കെ വന്നായിരുന്നു. ആ സമയത്ത് ചിലപ്പം പോയതായിരിക്കും. ഇതുണ്ടോ ഈ പൈൻ മരങ്ങൾ, ഫുൾ പൈൻ മരങ്ങളാട്ടോ ഇവിടെ ഫുള്ളും. അതെ ഞാൻ പറഞ്ഞ അത് അവിടെ ഇരിക്കുന്ന ഒരു ചെറിയ വീട് പോലെ കാണാൻ പറ്റും. അത് ഇവിടുത്തെ വാഷ്റൂം. പിന്നെ അവിടെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇതാണ് വാഷ്റൂം. ഗൈസ് കാലാവസ്ഥ ഇപ്പം നല്ലതായി വരുന്നുണ്ട്. നമ്മളിനി ഇച്ചൂടെ ഇപ്പം കണ്ടോ ബ്ലൂ ആയി തുടങ്ങിയിട്ടുണ്ട്. ആ ക്ലൗഡിനെസ് മാറി. ഉച്ചയ്ക്ക് വെയിൽ വരുമെന്നാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ഈ പാർക്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ അധികം കാണിക്കാനൊന്നുമില്ല. ജസ്റ്റ് കുറേ ട്രെയിലുകളും കാര്യങ്ങളും പിന്നെ ഇതുപോലെ ഇരിക്കാൻ ഉള്ള സ്പോട്ടുകൾ അത് ഇതൊക്കെ മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്ന് മൺഡേ ആയ കാരണം ഇവിടെ ഒറ്റ മെൻഷനില്ല ഈ പാർക്കിൽ. കണ്ടോ അൺസ്റ്റേബിൾ ബാങ്ക്. നമ്മൾ വേണമെങ്കിൽ ഇതിൻ്റെ അപ്പുറത്ത് പോകാതിരിക്കുന്നത് നല്ലത്. അത് ചിലപ്പം ഇടിഞ്ഞ് താഴോട്ടങ്ങ് പോകും. നേരെ തോട്ടിലോട്ടായിരിക്കും പോയി കിടക്കുന്നത്. ഇത് കണ്ടോ ഗൈസ്, ഇത് നല്ലൊരു മെയിൻറ്റെയിൻ ചെയ്യും കേട്ടോ. ഇവർ ഗ്രാസൊക്കെ കറക്റ്റ് കട്ട് ചെയ്യും. ഇതാണ്ട് അവിടെ ഒരു RV കിടപ്പുണ്ട്. കണ്ടോ RV ഒരെണ്ണം കിടപ്പുണ്ട് അവിടെ. പിന്നെ ആകെ ഞാൻ ഇപ്പോൾ ഈ പാർക്കിൽ കണ്ട ആ ഒരു വണ്ടിയും പിന്നെ അപ്പുറത്ത് ഒരു ചെറിയ കാറും കൂടെ ഉണ്ട്. ജസ്റ്റ് 2 വണ്ടികൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഫുള്ള് ഇരിക്കാം കേട്ടോ. ഇവിടെ നല്ല പാക്ഡ് ആയിട്ടുള്ള സമയത്ത് ഇവിടെ എല്ലാ ആൾക്കാർ കാണും. ഓരോരോ സ്പോട്ട് ചെറുതായിട്ട് എടുത്ത് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് അവരുടെ ഭക്ഷണമൊക്കെ കഴിക്കും. ഇന്ന് പിന്നെ ക്ലൈമറ്റ് അത്രയ്ക്കും നല്ലതല്ലാത്തതുകൊണ്ട് പിന്നെ മൺഡേ ആയതുകൊണ്ട് ഇന്ന് ആരും വന്നിട്ടില്ല.
ഗൈസ് അപ്പോൾ നമ്മൾ ഈ പാർക്ക് ഫുള്ള് നടന്ന് ഇതും കൂടുതൽ ട്രെയിലായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് വ്യൂ എന്ന് പറയുന്നത് ആകെ ആ റിവർ, ഞാൻ ആദ്യം കാണിച്ച ക്ലിപ്പിൽ ആ റിവറും ബ്രിഡ്ജും അവിടെ ഇരിക്കുന്ന കുറച്ച് വ്യൂകളാണ്. പിന്നെ നമ്മൾ ആ റോഡിലോട്ട് തന്നെ വേണ്ട ഇവിടെ നടന്ന് എത്തിയിരിക്കുന്നു. പിന്നെ ഈ പാർക്കിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കാണിച്ചിട്ടുണ്ട് കണ്ടോ ഗൈസ്. ഈ പാർക്ക് ഇങ്ങനെയാണ്, 1.3 കിലോമീറ്റർ ലൂപ്പാണ്. ഇവിടെയൊക്കെ ഇത് റെസ്റ്റ് റൂമും കാര്യങ്ങളും ഇതുണ്ട്, ആക്സസിബിൾ ട്രെയിൽ, ഹൈക്കിംഗ് ട്രെയിൽ, പാർക്കിംഗ്, വാഷ്റൂം, ബ്രിഡ്ജ്, അങ്ങനെ എല്ലാ സാധനം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഇവിടെ നിന്നായിരുന്നു തുടങ്ങി. ഇപ്പോൾ നടന്ന് ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ. ഇനി ഇവിടെ നകത്തോട്ട് ഇത് കണ്ടോ, ഇതുപോലെ കൊടും കാടാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. കാടിൻ്റെ നടുക്കൂടെ ഒക്കെ നടന്നു പോവാം. ഇനി ഇത് കറങ്ങി ചുറ്റി നമ്മൾ ആ സെയിം റോഡിലോട്ട് ഇവിടെ എത്തും. പിന്നെ നമ്മൾ തിരിച്ചു പോകും ഇവിടുന്ന്. ഇന്ന് ചെറിയ തോതിൽ ഇന്നലെ രാത്രി മഴ പെയ്തായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഈ സോയിലൊക്കെ ഭയങ്കര നനഞ്ഞ് കിടക്കുക, മൊത്തം ചെളി പോലെയൊക്കെ കിടക്കുന്നത്. എന്നാലും ഞാൻ കുറച്ച് ഇതിൻ്റെ അകത്തൂടെ കാണിച്ചു തരാം. ഒന്നുമില്ല കേട്ടോ, പ്രത്യേകിച്ച് ഈ കണ്ടോ ഈ ഇതുപോലത്തെ മരങ്ങൾ, കാടുകൾ, പിന്നെ ഇതുപോലെ അപ്പുറത്ത് ആ റിവറുണ്ട് താഴെ. ഓക്കെ വേണ്ട, നമ്മൾ അവിടുത്തെ റോഡിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു പാർക്കിംഗ് സ്പേസ് കേട്ടോ. ഇത് ഫുള്ളായി കഴിഞ്ഞ് ഇതുപോലെ 4 എണ്ണം ഉണ്ട് ഈ പാർക്കിൻ്റെ അകത്ത്. ഒന്നിവിടെ, ഒന്ന് അവിടെ ലാസ്റ്റാണ്. നമ്മൾ ആ ലാസ്റ്റ് കൊണ്ടുപോയി വണ്ടി ഇട്ടായിരുന്നു. ഇവിടെ എല്ലാം ഇങ്ങനെ വണ്ടികൾ നിരന്ന് കിടക്കും. ഇത് അത്യാവശ്യം വലിയൊരു ഗ്രൗണ്ട് സ്പേസ് ആട്ടോ. ഇവിടെ വലിയ ട്രെയിലറൊക്കെ വരുന്നതുകൊണ്ട് പവറിന് വണ്ടി ഇടാനുള്ള സ്ഥലമാണ് ഇത്. കഴിച്ചാണ്ട് ഇവിടെയും ഒരു ചെറിയ വാഷ്റൂമുണ്ട്. ഇതാണ് ഞാൻ മുമ്പേ കാണിച്ച വാഷ്റൂം. ഇവിടുത്തെ എല്ലാം പാർക്കുകളിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഫയർ ബാൻ ഇൻ ഇഫക്റ്റ് എന്ന് എഴുതി വെച്ചേക്കുന്നത്. ആ ജാസ്പറി തീ പിടിച്ച സീനാണ് ഇത്. ആൾക്കാർ വരും, കിടത്താതൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും. അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പം തീ പിടിക്കുന്നത് കേട്ടോ. ഗൈസ് നമ്മൾ ആ റോഡിൽ എത്തിയിരിക്കും. നമ്മൾ ഇതിലായിരുന്നു വണ്ടിയും കൊണ്ടുപോയി കാണുന്നത്. ഈ റോഡിൽ നേരെ അങ്ങോട്ടേക്ക് പോകും. ആ ഉണ്ടോ, അങ്ങോട്ടേക്ക് നല്ല ദൂരമുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതിലിങ്ങനെ നടന്ന് അവിടെ വേണം. നമ്മൾ ഏറ്റവും ലാസ്റ്റിലാണ് വണ്ടി ഇട്ടേക്കുന്നത്. ഗൈസ് മുമ്പേ നമ്മൾ കണ്ട ഒരു പാർക്കിങ്ങിലോട്ടായിരുന്നു. ഇതുപോലെ തന്നെ ഇവിടെ കണ്ടോ അടുത്തത് ഇതാ ഗൈസ്, ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ കുറേ ഉണ്ട്, 5-6 ഉണ്ട്. വേണ്ട, ഇത് അടുത്ത പാർക്കിംഗ് സ്പേസ് ആയത്. ഇവിടെയും കുറേ വണ്ടികളും കാര്യങ്ങളും ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാം. ഓരോരോ എൻട്രൻസ് ഉണ്ട് കേട്ടോ ഈ പാർക്കിങ്ങിൽ നിന്ന്. അങ്ങനെയല്ല, ഒരു എൻട്രൻസ് മാത്രമല്ല, നമ്മളിവിടെ പാർക്ക് വണ്ടി ചെയ്ത് കഴിഞ്ഞാൽ നേരെ നടന്നു പോകാം. അവിടെ ഒരു വാഷ്റൂം കാണും, അതുപോലെ ഇരിക്കാൻ കണ്ടോ ഫ്രണ്ടിൽ തന്നെ ടേബിളും ചെയറൊക്കെ കാണും. വേസ്റ്റ് ഇടാനുള്ള പ്രോപ്പർ സ്ഥലം കാണും. ഇത് കണ്ടോ. അപ്പം നമുക്ക് എവിടെ വേണേലും വണ്ടി നിർത്താം. ഞാൻ പിന്നെ ലാസ്റ്റിൽ നിർത്തി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ലാസ്റ്റിൽ നിന്ന് കണ്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വന്ന് പിന്നെ അതിലെ കൂടെ കറങ്ങി ഇങ്ങോട്ട് വന്നു. ഗൈസ് നമ്മൾ നടന്ന് നമ്മുടെ വണ്ടീൻ്റെ അടുത്ത് എത്താറായി. വേണ്ട, നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്നലെ മഴ പെയ്യുന്നത്, അതിൻ്റെ ചള്ളയൊക്കെ കേട്ടത്. ഫുൾ ചള്ളയാണ് ഇവിടെ. മണ്ണ് റോഡായ കാരണം നനഞ്ഞായിരിക്കുന്നില്ല. ഗൈസ് ഇത് കണ്ടോ, ആ പാലം അവിടെ നിന്ന് കാണാം. നമുക്കിനി ഇവിടുന്ന് കറങ്ങി ആ പാലത്തിലോട്ട് കയറി അങ്ങോട്ടാവും. ഗൈസ് അപ്പം നമ്മൾ നടന്ന് ഈ ലൂപ്പ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ വണ്ടീൻ്റെ അടുത്ത് എത്തി. അപ്പം ഈ പാർക്കിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ വന്ന് ഇരിക്കുക, കഴിക്കുക, കുടിക്കുക, കുറച്ച് എന്തെങ്കിലും വോളിബോളോ ഫുട്ബോളോ എന്തെങ്കിലും കളിക്കുന്നുണ്ട്, കളിച്ചിട്ട് ഇവിടുന്ന് പോകാൻ. നമുക്ക് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പാലവും പിന്നെ അതിൻ്റെ താഴെ കൂടെ പോകുന്ന ആ റിവർ തന്നെയാണ്. അടിപൊളിയാണ്. നല്ല വെയിലുള്ള ദിവസം നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. നമുക്ക് ഇവിടെ ഏറ്റവും ലാസ്റ്റ് ട്രെയിലിൽ വന്നിട്ട് ഇവിടെ വന്ന് ഇരിക്കുന്നത് തന്നെ ഏറ്റവും നല്ല സ്പോട്ടും ഇത് തന്നെയാണ്. പിന്നെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത കുറേ വിശേഷമായിട്ട് നമുക്ക് പിന്നീടും കാണാം. അപ്പത്തേക്കിന് ഗുഡ് ബൈ. ഗൈസ് നമ്മൾ ഇറങ്ങുകയും മുടിഞ്ഞ മഴയും തുടങ്ങി. കറക്റ്റ് സമയത്തിന് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റി. ഇനി മൊത്തം മഴയായിരിക്കും ഇന്നത്തെ ദിവസം മൊത്തം. അപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല മഴ പെയ്യും.